നല്ല മഴ കേട്ടോ. മഴയത്തൊക്കെ ഇവർക്കൊക്കെ തീറ്റ കൊടുക്കാനാണ് പാട്. നമ്മൾ പുല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കത് എടുക്കാനായാലും എല്ലാം ചെയ്യാനായാലും രാവിലെ ഓരോരുത്തരായിട്ട് എണീച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ പാലൊക്കെ കറക്കണം. ഭയങ്കര മഴ ആയതുകൊണ്ട് ഇന്നലെ പിന്നെ പോയിട്ട് പ്ലാവില വാങ്ങിക്കുകയും ചെയ്ത. കെട്ട് പ്ലാവിലയാണ് അത്. ഈ ഒരു കെട്ടില്ലേ, ഈ ഒരു കെട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ 50 രൂപയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു 4 കെട്ട് ശരിക്കും പറഞ്ഞാൽ വാങ്ങിച്ച് വച്ചു. ശരിക്കും ഒരു കെട്ട് രാവിലെയും വൈകിട്ടും കൊടുക്കുകയാണെങ്കിൽ ഇത്രയും പേർക്ക് ഒരു കെട്ട് ഒരു ദിവസം വേണം. അതാണ് ഞാൻ പറഞ്ഞത്. സംഭവം നമുക്ക് ഒരാടൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ പോകാം. പക്ഷേ കുറച്ച് നമുക്കൊരു 5-10 എണ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാട്ടോ. ഈ മഴ വരുന്ന സമയത്ത് ഭയങ്കര പാടാണ്. പിന്നെ എൻ്റെ വഴുതന കത്തിരിക്കയൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ മുളക് പറിക്കാം കേട്ടോ. ഇനി അതാണ്ട് ഈ മുളകുകൾ ഇനി പറിക്കാം. കാരണം ഇനി അത് നിർത്തിയിരുന്നാൽ ചിലപ്പോൾ അത് കുരുട്ടിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഇനി എന്തായാലും അത് വലുതാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഇതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്നതല്ലേ, നമുക്കത് പറിക്കാം. എനിക്ക് വീഡിയോ ഒന്നും എടുത്തുതരാൻ ആരുമില്ല കേട്ടോ. ഞാൻ തന്നെയാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്കൊക്കെ ക്ലാരിറ്റി കുറവായിരിക്കും. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. കാരണം ഞാനിപ്പോൾ ഒന്ന് PSCക്കും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഏജ് ഓവറായി. അപ്പോൾ ഇനി ഒരു വർഷം ലാസ്റ്റ്, ഇനി എനിക്ക് പിന്നീട് എനിക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. അപ്പോൾ ലാസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ PSC കൂടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അത്രയും മരണപ്പെടുത്തോ പഠിക്കണം. ഇപ്പോൾ ഇത്രയും നാൾ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പഠിക്കാനും എടുക്കാനൊന്നും. ഇപ്പോൾ ലാസ്റ്റായിട്ടൊന്ന് പഠിച്ചത്. പിന്നീട് ഒരിക്കലും നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ട് നമുക്കത് കിട്ടിയില്ല എന്ന് പറയണ്ടല്ലോ. ഇത് പൂത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മലക്കറി മുളകായിരുന്നു കേട്ടോ. മറ്റേ നീണ്ട മുളകില്ലേ, അത് ദാണ്ട പൂ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും കിട്ടിയേട്ടാ. ഇത്രയും കിട്ടി. പക്ഷേ ഇത്രയും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാൽ അത് സന്തോഷമല്ലേ നമുക്ക്. ഇത് ശരിക്കും ഞാൻ അന്ന് പറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ, അന്ന് ഞാൻ പിഴുത് കളഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എനിക്കിതിങ്ങനെ പറിക്കാൻ വേണ്ടി കിട്ടൂലായിരുന്നു കേട്ടോ.